മലപ്പുറം വഴിക്കടവിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. 2 വിദ്യാർത്ഥികൾക്കായി ആണ് പന്നിക്കണയിൽ നിന്ന് ഷോക്കേറ്റത്. സംഭവിച്ച് ഇപ്പോൾ അറിഞ്ഞ വിവരം അനുസരിച്ച് ഒരു തോട്ടിൽ മീൻ പിടിക്കാൻ പോയ സമയത്ത് ഷോക്കേറ്റ് മരണപ്പെടുകയാണ് ചെയ്തത്. ഒരു കുടുംബത്തിലെ 4 പേരായിരുന്നു. ഒരാളെ ഇപ്പോൾ പാലക്കാട് ഫസ്റ്റ് കിട്ടിയ ആളെ പാലക്കാട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. അയാൾ രണ്ടാമത് കൊണ്ടുവന്ന ഒരാളെ പെട്ടെന്ന് ഇവിടെ തന്നെ അഡ്മിറ്റ് ചെയ്തു. അയാൾക്ക് സീരിയസ് ആയിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ ആൾ പാലക്കാട് ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റിയിട്ട് അയാൾ ഡെത്ത് ആയിട്ടുണ്ട്. ഇനി വേറെ 2 പേരെ അവിടെ കിട്ടാൻ ബാക്കിയുള്ളത്. അവർക്കും വലിയ കുഴപ്പമില്ലാന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എന്താണെന്നറിയാം. അജിത് ബാബുവാണ് വിവരങ്ങൾ നൽകാനുള്ളത്. അജിത്ത്, ഏറെ സങ്കടകരമായ സംഭവം. പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. ഒരാൾ ചികിത്സയിലുണ്ട്. എന്തൊക്കെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? അതായത് ഇവർ ഇത്തരത്തിൽ കുടുംബത്തിലെ 4 പേരാണ് മീൻ പിടിക്കാനായിട്ട് പോയത്. ആ മീൻ പിടിക്കാൻ പോയ സമയത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവർ ഇത്തരത്തിൽ എങ്ങനെയാണ് ഷോക്കേറ്റ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നാട്ടുകാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് അറിയില്ല, ഇവിടെ എത്തിച്ചവർക്ക് ഉൾപ്പെടെ അറിയില്ല. പക്ഷേ ഈ സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഇനി മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ് അവർ പറയുന്നത്. ഏതാണെങ്കിലും ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ഉൾപ്പെടെ താലൂക്ക് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അവരിപ്പോൾ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഇത്തരത്തിൽ മീൻ പിടിക്കാൻ പോയ സമയത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുകയും ആ അപകടത്തിൽ ഇത്തരത്തിൽ അവർക്ക് പരിക്കേൽക്കുകയും ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇവരുടെ പേരുവിവരങ്ങൾ ഉൾപ്പെടെ ഏതാണെങ്കിലും പുറത്തു വരേണ്ടതുണ്ട്. വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരത്തെ നമുക്കറിയാം. നിലമ്പൂരുമായി ബന്ധപ്പെട്ട് ഈ വന്യജീവി പ്രശ്നവും ഈ കർഷകരുടെ തൊഴിലിട പണിയെടുത്ത ഉൾപ്പെടെ പന്നി വരുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ രാഷ്ട്രീയമായി ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതാണെങ്കിലും ഒരാൾക്ക് ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇവിടെ ഇപ്പോൾ ആശുപത്രിയുടെ പരിസരത്ത് നാട്ടുകാരൊക്കെ തന്നെയും തടിച്ചുകൂടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഏതാണെങ്കിലും എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ ഏതാണെങ്കിലും പുറത്തു വരേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ നിലവിൽ മനസ്സിലാകുന്നത് ഒരു കുടുംബത്തിലെ 4 പേർ മീൻ പിടിക്കാൻ പോയ സാഹചര്യത്തിൽ ആണ് ഇത്തരത്തിൽ ഷോക്കേൽക്കുന്ന പന്നിക്കണിയിൽ നിന്ന് ഷോക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. നിലവിൽ മനസ്സിലാക്കുന്നതനുസരിച്ച് സ്വകാര്യ വ്യക്തി സ്ഥാപിച്ച കെണിയാണെന്നുള്ളതാണ്. അതിനുൾപ്പെടെ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. നിലവിൽ അവിടെയുള്ള പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നതനുസരിച്ച് സ്വകാര്യ വ്യക്തി സ്ഥാപിച്ച കെണിയാണ്. അവിടെ നിന്നാണ് ഇത്തരത്തിൽ കുട്ടികൾക്ക് ഷോക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. അതിൽ 2 പേർക്കാണ് കാര്യമായി ഷോക്കേറ്റത് എന്നുള്ളതാണ് അറിയുന്നത്. ആ 2 പേരിൽ ഒരാൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഒരാൾ ഇവിടെ ചികിത്സയിലുണ്ട്. നിലവിൽ ഏതാണെങ്കിലും വലിയ സങ്കടകരമായ കാര്യം, പ്രത്യേകിച്ചും ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം അത് വേദനിപ്പിക്കുന്നതാണ്. അത്തരത്തിലുള്ള സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പ്രദേശവാസികളൊക്കെ തന്നെയും നാട്ടിലെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ അല്പം മുമ്പ് ഇവിടെ UDF സ്ഥാനാർത്ഥി ഇങ്ങോട്ടേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി.